മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണ മഹാലക്ഷ്മി തീർന്നു എന്നുള്ള സന്തോഷവും അച്ഛനോടുള്ള നന്ദിയും അറിയിക്കാനായിട്ട് വീട്ടിലെത്തുന്നുണ്ട്. ഇത്തവണയെങ്കിലും നമുക്ക് ജയിക്കാൻ പറ്റി അല്ലേ അച്ഛാ? ഇതുവരെ അവളുടെ മുന്നിൽ തോറ്റ് അവളുടെ പാദത്തോളം തല താഴ്ന്നിരുന്നു. ഇനി അവളുടെ മുഖം പോലും കാണണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ അച്ഛാ എനിക്ക് കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ കത്തിച്ച് അത് ആഘോഷിക്കാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് അപകടമാണ് മോളെ. നമ്മളൊന്ന് കരുതിയിരുന്നില്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് മോള് കുറച്ച് ദിവസം ഒന്ന് ക്ഷമിക്കുക, എല്ലാം ഒന്ന് കെട്ടിടങ്ങട്ടെ. എന്നിട്ട് നമുക്ക് മോള് പറയുന്നത് പോലെ കമ്പിത്തിരി കത്തിച്ചോ പൂത്തിരി കത്തിച്ചോ പായസം വെച്ചോ അവളുടെ മരണം ആഘോഷിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. തുടർന്ന് അമ്മ വല്ലതും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവളിവിടെ പൂങ്കണ്ണീരും ഒളിപ്പിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അവൾക്കെന്നും അവളുടെ മൂത്ത മോളോടാണല്ലോ സ്നേഹം. ഇനി എന്തായാലും അവളുടെ ആട്ടം നിൽക്കുമെന്നും മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ. എങ്കിലും മോളെ പോലീസിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ല ഭയമുണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ പേടിക്കാതെ ഒന്നും സംഭവിക്കില്ല. അച്ഛനും മേഘേട്ടനുമാണ് അവളെ കൊന്ന് കത്തിച്ചത് എന്ന് തെളിയിക്കാനൊന്നും ആർക്കും കഴിയില്ല. ഇനി അഥവാ പോലീസ് എങ്ങാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ മുത്തശ്ശി പേടിക്കാതെ ഇരുന്നാൽ മതി, ബാക്കിയൊക്കെ അച്ഛൻ നോക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. എന്നാലും എൻ്റെ മോളുടെ മുഖത്ത് ഈ സന്തോഷം കാണാൻ പറ്റിയല്ലോ. എനിക്കും പ്രതാപനും അത് മതി. കല്യാണം കഴിഞ്ഞതിന് ശേഷം മോളെ ചിരിച്ചു കാണുന്നത് ഇന്നാണ്. ഇനി ഈ സന്തോഷം എൻ്റെ മോളുടെ മുഖത്ത് എന്നും ഉണ്ടാകും. കമലേശ്വരത്തെ മഹാറാണി ആരാ? എൻ്റെ കരുണ മോൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. ജ്വല്ലറിയിൽ നിന്നും ഇനി മോൾക്ക് ഇഷ്ടം പോലെ ആഭരണം എടുത്തണിയാം. ആ വീൽ ചെയറിൽ സഞ്ചരിക്കുന്നവൻ ഒന്നും ചോദിക്കാൻ വരില്ല എന്ന് പറയുമ്പോൾ അവനെയും അധികം വൈകാതെ മുകളിലേക്ക് പറഞ്ഞുവിടും എന്ന് തന്നെയാണ് മേഘൻ പറഞ്ഞിരിക്കുന്നത്. നല്ല പയ്യനാണ് മേഘൻ, പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ മേഘനെക്കുറിച്ച്. ശേഷം കാണിക്കുന്നത് മാർക്കോ കണ്ണനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അപ്പോൾ മാർക്കോയെ കണ്ട പാടെ മാർക്കോ തന്നോട് എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല, എന്ത് തന്നാലും താൻ ചെയ്തു തന്നതിന് പകരമാവില്ല എന്നെല്ലാം പറയുമ്പോൾ മഹാലക്ഷ്മിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണെന്നും അതിനൊന്നും തിരിച്ചൊരു പ്രതിഫലവും എനിക്ക് വേണ്ട എന്നും വലിയൊരു ചതിയാണ് സാറേ നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിനു മുൻപും പലതവണ മേഘനും പ്രതാപനും ചേർന്ന് എന്നെയും മഹിയെയും ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ മഹാലക്ഷ്മി ജീവനോടെ ഇല്ല എന്ന് കരുതി ആഘോഷങ്ങൾ നടക്കുകയായിരിക്കും തറവാട്ടിൽ. മുൻപ് ഇതുപോലെ മഹാലക്ഷ്മിയുടെ മരണം ആഘോഷിക്കാൻ വേണ്ടി കമ്പത്തിന് തിരി കൊടുത്തിട്ടുണ്ട് അവർ. അതിന് നടുവിലൂടെയാണ് മഹാലക്ഷ്മി ജീവനോടെ നടന്നു ചെന്നതെന്ന് പറയുമ്പോൾ തൽക്കാലം അവർ ഒന്നിനും മുതിരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സാർ. കാരണം മഹാലക്ഷ്മിയെ കാണാനില്ല എന്ന് കരുതി സാർ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കും എന്നുള്ളൊരു പേടി അവർക്കുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ കാശ് വാരി എറിഞ്ഞ് കേസിൽ നിന്നും ഊരിപ്പോരാം എന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അവരുടെ വിശ്വാസത്തിനാണ് നമ്മൾ ആണിക്കല്ല് അടിക്കാൻ പോകുന്നത്. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത നല്ലൊരു തിരിച്ചടി അവർക്ക് കൊടുക്കണം തൽക്കാലം എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. തുടർന്ന് പറയുന്നുണ്ട്, എന്നെ ഒരുത്തൻ ഏതെങ്കിലും രീതിയിൽ ട്രാപ്പിൽപ്പെടുത്താൻ നോക്കിയാൽ അവൻ പിന്നെ 2 കാലിൽ എഴുന്നേറ്റ് നടക്കില്ല. പക്ഷേ ഇവിടെ മേഘൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നതിന് കാരണം അവൻ്റെ അന്ത്യം കുറിക്കാൻ വേണ്ടി തന്നെയാണ്. ഇത്തവണത്തേത് അവരുടെ അവസാനത്തെ കളിയാണെന്നും ഇനി 2 പേരും ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയൊന്ന് ചെയ്യണമെന്ന് പോലും ഓർക്കില്ല എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ മാർക്കോയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എല്ലാത്തിനും ഞാനും അനന്തവും കൂടെയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് മാർക്കോ ഒന്നുകൂടി പറയുന്നുണ്ട്, കേസിൽ നിന്നും ഊരിപ്പോരാൻ കഴിയാതെ അവർ 2 പേരും കൂടി കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും കാല് പിടിക്കാൻ എത്തും, രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അത് അധികം വൈകാതെ കണ്ണൻ സാറ് കാണുമെന്നും മാർക്കോ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിചാരിച്ചതുപോലെ കേസിൽ നിന്നും ഊരിപ്പോരാം എന്ന് കരുതിയിട്ട് വല്ലാത്തൊരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ആയിരുന്നല്ലോ മേഘനും പ്രതാപനും. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ അവർക്ക് അതിനൊന്നും കഴിയുന്നില്ല. മഹാലക്ഷ്മിയുടെ തിരോധാനവുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസിൽപ്പെട്ട് അതിൽ നിന്നും ഊരിപ്പോരാൻ കഴിയാതെ വല്ലാതെ തന്നെ പാടുപെടുന്നുണ്ട് കേട്ടോ മേഘനും പ്രതാപനും. എല്ലാത്തിനും പുറകിൽ നിന്നും ചരട് വലിച്ചിരിക്കുന്നത് മാർക്കോയാണ്. ഐയും മാർക്കോയ്ക്ക് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് കൂടെ തന്നെയുണ്ട്. അവസാനം കണ്ണനോട് മാർക്കോ പറഞ്ഞതുപോലെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും മേഘനും കൂടി കണ്ണൻ്റെ കാൽക്കൽ തന്നെ അഭയം പ്രാപിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്